സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വിമർശനം നേരിടുന്ന താരമാണ് കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുധി. ഓരോ ഫോട്ടോഷൂട്ടിൻ്റെ പേരിലാണ് വിമർശനം നേരിടുന്നത്. വസ്ത്രദാനത്തിൻ്റെ പേരിലും വിമർശനം നേരിടുന്നത് കുറവല്ല. വിഷുമായി ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടിനും വിമർശനം നേരിട്ടിരുന്നു. ഇപ്പോൾ ഇതാ പുതിയൊരു സിനിമയുടെ പൂജയ്ക്ക് എത്തിയിരിക്കുകയാണ് താരം. ആ ഒരു സമയത്ത് വിമർശനങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് താരം. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: വിഷു ആഘോഷമായിട്ടൊന്നും നടന്നില്ല, പക്ഷേ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നെന്നും അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ എയറിലാണെന്നും തോന്നുന്നു. അധികമൊന്നും നോക്കിയിട്ടില്ല, വെറുതെ സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ ചിലതൊക്കെ കണ്ടു. വിമർശനങ്ങളൊക്കെ വരട്ടെ, നമ്മുടെ ദേഹത്ത് ഒന്നും പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ എന്ത് ചെയ്താലും വിമർശിക്കട്ടെ, എന്നെ വന്ന് നുള്ളിപ്പറിച്ചാൽ മാത്രമേ എനിക്ക് വേദനിക്കൂ. എന്നാൽ എൻ്റെ മനസ്സ് കല്ലാണെന്ന് തോന്നുന്നു. ഈ ഒരു നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് എനിക്ക് ചമ്മലോ വേദനയോ ഒന്നും തന്നെയില്ല. നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നെ തളർത്താമെന്ന് കരുതുന്നെങ്കിൽ അവരോടെല്ലാം എനിക്ക് ഒരൊറ്റ കാര്യമാണ് പറയാനുള്ളത്: നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രേണുസുധി ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല. എൻ്റെ മനസ്സ് കല്ലാണ്. നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ തല്ലിയാലേ എനിക്ക് വേദനിക്കത്തുള്ളൂ എന്നാണ് രേണുസുധി പറഞ്ഞത്. നമുക്കറിയാവുന്ന തൊഴിൽ നമ്മൾ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇത്തരം അവസരങ്ങൾ കിട്ടുന്നത്. വീട്ടിലിരുന്നാൽ ആരും ഒന്നും കൊണ്ടുവന്ന് തരില്ല. അഭിനയരംഗം തിരഞ്ഞെടുത്തതിന് ഇത്രമാത്രം എന്താണ് എന്നെ പറയാൻ ഉള്ളത് എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ അടുത്ത് പോയി തൊണ്ടാനോ പിച്ചാനോ നുള്ളാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പിനോ പോയിട്ടില്ല, ഇനിയും പോകില്ല. പക്ഷേ എന്നിട്ടും എനിക്ക് വിമർശനം വരുന്നു. അതൊക്കെ എന്തിനാണെന്ന് അറിയില്ല എന്നാണ് രേണുസുധി പറഞ്ഞത്. ഞങ്ങൾക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ല എന്ന അസൂയയിൽ നിന്നായിരിക്കാം ചിലർക്ക് ഇങ്ങനെ മെസ്സേജ് ഇടുന്നത്. എന്താണ് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ കാരണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്നും രേണുസുധി പറയുന്നു. അവരുടെ മനസ്സിലെ ചിന്തകളാണല്ലോ അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കാര്യം നോക്കി പോയിക്കൊണ്ടേയിരിക്കുമെന്നാണ് രേണുസുധി കൂട്ടിച്ചേർത്തത്. സിനിമാ സീരിയൽ താരങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.